സി സദാനന്ദന്റെ കാലുവെട്ടിയ കേസിൽ CPIM പ്രവർത്തകരെ 8 പ്രതികൾ കീഴടങ്ങി. പ്രതികളുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളിയിരുന്നു. 1994 ജനുവരി 25-നായിരുന്നു സി സദാനന്ദന്റെ ഇരു കാലുകളും വെട്ടി മാറ്റിയത്. അരുൺ പൂപ്പറമ്പ കണ്ണൂർ ചെയ്യുന്നു. അരുൺ, ഇപ്പോൾ രാജ്യസഭ അംഗമായൊക്കെ നോമിനേറ്റ് ചെയ്തതിന് പിന്നാലെ, അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ ഇപ്പോൾ ഒരു കീഴടങ്ങൽ, വിവരങ്ങൾ. സുഹേൽ, നിലവിലെ രാജ്യസഭാ അംഗമായിട്ടുള്ള സി സദാനന്ദന്റെ കാലുകൾ വെട്ടിമാറ്റിയ കേസിലാണ് CPIM പ്രവർത്തകരായിട്ടുള്ള 8 പ്രതികൾ തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഹാജരായിട്ടുള്ളത്, കീഴടങ്ങിയിട്ടുള്ളത്. ഈ കേസിൽ നേരത്തെ വിചാരണ കോടതിയായിട്ടുള്ള തലശ്ശേരി കോടതി ഇവരെ 7 വർഷം കഠിന തടവിനാണ് ശിക്ഷിച്ചത്. അത് ചോദ്യം ചെയ്ത ആദ്യഘട്ടത്തിൽ വിചാരണ കോടതിയിൽ അപ്പീൽ നൽകി. വിചാരണ കോടതി അവരുടെ പ്രതികളുടെ അപ്പീൽ തള്ളി. അതിനുശേഷം ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി 7 മാസം മുമ്പാണ് ഈ വിചാരണ കോടതിയുടെ ശിക്ഷ ശരിവെച്ചത്. പിന്നീട് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി അവരുടെ അപ്പീൽ ഫയലിൽ പോലും സ്വീകരിച്ചില്ല. ഒടുവിലാണ് ഇപ്പോൾ അവർക്ക് വീണ്ടും ഈ കോടതിയിൽ കോടതിയിൽ കീഴടങ്ങേണ്ട സാഹചര്യം വന്നത്. ഹൈക്കോടതി നോട്ടീസ് നൽകിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിചാരണ കോടതിയിൽ ഈ 8 പ്രതികൾ കീഴടങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ഇവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 1994 ജനുവരി 25-നായിരുന്നു കൂത്തുപറമ്പിലെ ഉരുവച്ചാലിൽ വെച്ച് സി സദാനന്ദന്റെ കാലുകൾ CPIM പ്രവർത്തകർ വെട്ടിമാറ്റിയത്. പ്രമാദമായ ഒരു കേസായിരുന്നു. അതിന്റെ തൊട്ടു പിറ്റേ ദിവസം SFI നേതാവായ KV സുധീഷിനെ അതിന്റെ ഈ സംഭവത്തിന് ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയും അങ്ങനെ തുടർ സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്ത കേസിലാണിപ്പോൾ 30 വർഷത്തിന് ശേഷം വീണ്ടും ഈ കേസിലെ പ്രതികളായിട്ടുള്ള CPIM പ്രവർത്തകർ കോടതിയിൽ ഹാജരായിട്ടുള്ളത്. അവരെ ഉടൻ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. വിചാരണ കോടതി വിധിക്കെതിരെ പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ സുപ്രീം കോടതി ഫയലിൽ പോലും സ്വീകരിച്ചില്ല. ഇതിന് പിന്നാലെയാണ് കീഴടങ്ങൽ. അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.